Hi friends, welcome back to our channel Oli Food Court. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി 2 ലെയർ ആയിട്ടുള്ള ഒരു ഇളനീർ പുഡിംഗ് ആണ്. നമ്മുടെ ഇളനീർ ഐസ്ക്രീമിന്റെ ഒക്കെ അതേ ടേസ്റ്റിലോട് കൂട്ടുന്ന ഈ ഒരു പുഡിംഗ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് കൂടിയാണിത്. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇളനീര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകയാണ്. അപ്പോൾ ഇനി ഇളനീര് ഇതിൻ്റെത് കുറച്ചൊരു മൂപ്പായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇളയ ഇളനീരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ പഞ്ചസാര ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതായത് ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഞാൻ ഇതുപോലത്തെ 2 പാക്ക് ചൈന ഗ്ലാസ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ 2 ലെയർ ആയിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ലെയറിന് ഒരു പാക്ക് 10 ഗ്രാമിൻ്റെ ഒരു പാക്ക് ചൈന ഗ്ലാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 10 ഗ്രാമിൻ്റെ ഈ ഒരു ചൈന ഗ്ലാസ് പാക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഒരുമിച്ചാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് ഇത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ 2 പാക്കറ്റിൽ നിന്ന് ഇതുപോലത്തെ 2 പാക്കറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ആകെ 8 ഗ്രാം മതിയാകും. ഇത് നമ്മുടെ ഒരു പാക്ക് ഞാൻ പറഞ്ഞല്ലോ 10 ഗ്രാമാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു പീസ് എടുത്ത് മാറ്റി നിങ്ങൾക്ക് 8 ഗ്രാം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നൊരു പരുവത്തിലുള്ള പുഡിംഗ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു പാക്കറ്റിന് ഒരു 1/2 ലിറ്റർ പാലിന് ഈ ഒരു പാക്കറ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പം ഇത് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചൈന ഗ്ലാസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്ലാസ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചൈന ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാൽ ഇതാ ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി അതേ 1/2 കപ്പ് അളവിൽ നമുക്കിതിൽ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ പാല് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചൈന ഗ്ലാസ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൈന ഗ്ലാസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. പാല് തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചൈന ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൈന ഗ്ലാസ് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കും നിൽക്കേണ്ടത്. കാരണം ചൈന ഗ്ലാസ് ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു അരിപ്പയിലൂടെ ഇത് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ് വേണ്ടതെങ്കിൽ ഒരു 8 ഗ്രാം ചൈന ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്തെടുക്കുന്ന ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 10 ഗ്രാം ചൈന ഗ്ലാസ് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൾപ്പാക്കി വെച്ചിരുന്ന ഇളനീരിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളപ്പിക്കാൻ നിൽക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനാണ് നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേയിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രേയുടെ പകുതി മാത്രമേ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ലെയറും കൂടെ വെക്കാനുള്ളതാണ്.
ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുഡിങ്ങിൻ്റെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന മിക്സ് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഈ ഒരു സിലിക്കോണിൻ്റെ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചൈന ഗ്രാസ് ചൂടാറിയ സമയത്ത് ഇതാ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ലെയറിനും കൂടെ ഒരുമിച്ചാണ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളനീര് ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പുഡിംഗ് തയ്യാറാക്കിയ പോലെ തന്നെ 1 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഏകദേശം 1 മിനിറ്റ് നമ്മളിത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പം തയ്യാറാക്കിയ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ വേണം, സ്പീഡ് കുറച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ താഴത്തെ പുഡിങ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അതായത് നമ്മുടെ പുഡിങ് രണ്ടും കൂടെ മിക്സായി പോകും. ഇപ്പോൾ നമ്മുടെ ഇളനീരിൻ്റെ കഷ്ണങ്ങളെല്ലാം കാണുമ്പോൾ പുഡിങ്ങിനെ നല്ലൊരു ഭംഗിയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. 2 ലെയറായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേറൊരു ട്രേയിലേക്ക് മൗൾഡിലേക്ക് ഒഴിച്ച് വെച്ചിരുന്ന പുഡിങ്ങാണിത്. ഇത് നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമി ആയിട്ടുള്ള പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പുഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.